ഈ ചായ തട്ടിക്കളയാൻ പറ്റില്ല. ഞാനിത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചായയാ. ചായ കൊണ്ടുവന്നത് കുടിക്കാനാ. ദാ കുടിക്ക്. വാങ്ങിക്കാനല്ലേ പറഞ്ഞത്? കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, ഇതൊന്നും തട്ടിക്കളയരുത്. മനസ്സിലായോ? കുടിക്ക. അപ്പൊ അനുസരിക്കാനൊക്കെ അറിയാം അല്ലേ? ചായ എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാമോന്ന്? ഇനി ഞാൻ തരുന്നത് തട്ടിക്കളയോ? ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച നിന്റെ ചെവി പറിച്ച് ഞാൻ പൊന്നാക്കി കളയും. എനിക്ക് അതിനുള്ള അധികാരമൊക്കെ ഉണ്ട്. ഞാനേ നിന്റെ ഏട്ടത്തിയാ, ഏട്ടത്തിയമ്മ. മനസ്സിലായോ? ഇവൾക്ക് ബോധമില്ലാത്തതുകൊണ്ടാണോ അവൻ ശാന്തനായതുകൊണ്ടാണോ? അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും അവനൊന്ന് ശാന്തനായ മട്ടുണ്ട്. പണ്ട് ശിവ ഈ മുറി തന്നെയാണോ താമസിച്ചിരുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ശിവയുടെ മുറിയായിരുന്നോന്ന്. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. തിരിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നോ അത് ഇവിടെ തന്നെ താമസിക്കണോ? എനിക്ക് തിരിച്ചു പോണ്ട. എങ്കിൽ പിന്നെ ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം. എന്റെ ഉത്തരവാദിത്വത്തിലാ ശിവയെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ അത് മുഴുവൻ എന്റെ തലയിൽ വന്ന് വീഴും. മനസ്സിലായോ? എന്തിനാ നിന്റെ ചേട്ടനെ പോലെ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത്? മസിൽ വിട്ടേ. ഇനി ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിച്ചേ കാണട്ടെ. പോരട്ടെ. ചിരിക്കേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവിനാശിനെ നല്ല ഇടി ഇടിച്ചോ? ശിവയുടെ ഏട്ടത്തിയല്ലേ ചോദിക്കുന്നേ? പറയ, നല്ല പിടപിടിച്ചോ? ഇപ്പോഴാ എനിക്ക് സമാധാനായത്. അവനത് കിട്ടേണ്ടതാ. അത്രയ്ക്ക് ദുഷ്ടനവൻ.
ഇനിയെല്ലാം ഞാൻ പറയുന്ന പോലെ കേട്ടോണം. മനസ്സിലായോ? DK പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇതൊരു നല്ല സൂചനയാണ്. ആദ്യം അവൻ ചായ തട്ടിക്കളഞ്ഞപ്പോ ഞാൻ കരുതിയത് അവള് പേടിച്ച് പിന്മാറുമെന്നാ. പക്ഷേ അവൾ അവന് നേർക്ക് വീണ്ടും ചായ നീട്ടി. ശാസന കലർന്ന സ്നേഹത്തോടെ സംസാരിച്ചു. പതുക്കെ അവനൊരു കുഞ്ഞിനെ പോലെ അനുസരിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ജ്യോതിയാ. അവൾക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ജ്യോതിക്ക് ചിലപ്പോ ശിവയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജ്യോതിക്ക് ശിവയോടുള്ള ഈ കെയറിങ്ങിന് പിന്നിൽ എനിക്ക് മറ്റൊരു കാരണമാണ് തോന്നുന്നത്. എന്ത് കാരണം? അമരാവതിയിൽ പിടിച്ചു നിൽക്കാൻ ജ്യോതിക്ക് കിട്ടിയൊരു പിടിവള്ളി. അതാണിപ്പോ ശിവ. നിങ്ങൾ പുരുഷന്മാർക്കൊരു കുഴപ്പമുണ്ട് DK. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ന്യായവും നീതിയും എന്നങ്ങ് വിശ്വസിക്കും. നിങ്ങളെപ്പോലൊരു പുരുഷൻ കുറച്ചൊക്കെ മെയിൻ ഷോവനിസ്റ്റ് ആകാം. പക്ഷേ ചുറ്റും നിൽക്കുന്നവരെ കൂടി വല്ലപ്പോഴും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പെണ്ണുങ്ങളെല്ലാം അടിമകളാണെന്ന് വിചാരിക്കരുത്. എനിക്ക് ഫിലോസഫിയിലൊന്നും ഒരു വിശ്വാസവും. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ജ്യോതിയുടെ സ്നേഹം കൊണ്ടുള്ള ശാസന ശിവ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? സ്നേഹിച്ചും ശാസിച്ചും അവന്റെ മനസ്സിൽ കയറിക്കൂടിയ ആരുടെ ഒരു ചായ അവന് ജ്യോതിയിൽ തോന്നിക്കാണും. അതൊരു പക്ഷേ നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യയാകാം, അമ്മയാകാം, ജീവിതത്തിൽ അവനെ സ്വാധീനിച്ച ആരുമാകാം. അവനെ ക്രൂരമായി ഉപേക്ഷിച്ചു പോയ അവന്റെ കാമുകിയാവാം. ഒരുപക്ഷെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവനെ വളർത്തിയ ഈ ഏട്ടനും ആവാം. എനിവേ, അതൊരു നല്ല മാറ്റമാണ്. ജ്യോതി മാത്രമേ അവനോട് ഇപ്പോഴും അടുത്തിടപഴകുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ ഇപ്പോഴും ഭയന്നിരിക്കുക. അത് മാറണം DK. ജ്യോതിയെ പോലെ അവരും അവനോട് നന്നായിട്ട് പെരുമാറണം. എങ്കിലേ അവനെ നമുക്ക് പഴയ ശിവയായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയും കാലം അവനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയത് തന്നെ വലിയ തെറ്റായി പോയെന്നാ എനിക്ക് തോന്നുന്നു. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ ഓർത്തുള്ളൂ. പക്ഷേ ശിവ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് DK. നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അവൻ എന്ത് ഉത്സാഹമാണെന്നോ. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അവൻ നിങ്ങളുടെ വരവും കാത്തിരിക്കും. നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുപോകുമ്പോ, സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോ അവൻ എല്ലാം മറക്കും. എനിക്കറിയാം. ഒരു ദിവസം മുഴുവൻ പുറത്ത് കറങ്ങിയിട്ട് വൈകുന്നേരം ആവുമ്പോൾ അവനെ ഹോസ്പിറ്റലാക്കി തിരിച്ചു പോരുമ്പോൾ എന്റെ കാറിന്റെ മുന്നിലെ നെയ്മിലേക്ക് നീളുന്ന അവന്റെ നോട്ടം. വേദനയോടെയാ ഓരോ ദിവസവും അവനെ അവിടെ താമസിപ്പിച്ചിരുന്നത്. ജ്യോതിക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ അതൊരു നല്ല കാര്യമല്ലേ DK? രോഗിയായ എന്റെ അനിയൻ എന്നല്ലാതെ അവൾക്ക് ശിവയെക്കുറിച്ച് മറ്റൊന്നും അറിയില്ലല്ലോ അപർണ. ഇനിയൊരു അപകടം കൂടി സംഭവിക്കുന്നത് കാണാൻ ആർക്കും പറ്റില്ല. അവൻ എത്രത്തോളം അപകടകാരിയാണെന്ന് ജ്യോതിക്ക് അറിയില്ലല്ലോ. അപർണ അത് ജ്യോതിയെ പറഞ്ഞെന്ന് മനസ്സിലാക്കണം. തൽക്കാലം ജ്യോതിയോടൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവളുടെ കോൺഫിഡൻസ് നശിപ്പിക്കും. DK, ഒരുപാട് കാലം അവൻ പല ആശുപത്രികളിലും കഴിച്ചുകൂട്ടി. മരുന്നിന്റെ മാനസിക രോഗികളുടെ ഇടയിലേക്ക് അവനെ ഇനി അയക്കരുത്. കുറച്ചുനാള് അവൻ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. ഒരു കാര്യം DK പ്രത്യേകം ഓർക്കണം. അവനെ ഇഷ്ടമുള്ള ആരെയും മറ്റാരും ഒന്നും പറയുന്നതോ അവരെ ദ്രോഹിക്കുന്നതോ അവന് ഇഷ്ടമല്ല. അതുകൊണ്ടാ നിങ്ങൾ ജയിലിലാണെന്നറിഞ്ഞ ഒരു രാത്രി അവൻ അവിടുന്ന് മതിൽ ചാടിപ്പോയത്, അവിനാശിനെയും ജയരാമനെയും ആക്രമിച്ചത്. നിങ്ങളാണ് DK അവനെല്ലാം. ഇനിയെങ്കിലും അവന് കുറച്ച് സ്നേഹം കിട്ടട്ടെ,
അവൻ മാറും, എനിക്ക് ഉറപ്പാ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അവന്റെ രോഗം പൂർണ്ണമായും ഭേദമാവുന്നത് വരെ ജ്യോതി അവിടെ തന്നെ ഉണ്ടാവണം. നോ, അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അമരാവതിയിൽ നിന്ന് ഏത് നിമിഷവും അവൾ തിരിച്ചു പോകും. സ്വയം തിരിച്ചു പോകുന്നതല്ലോ, നിർബന്ധിച്ച് തിരിച്ചു അയക്കല്ലേ നിങ്ങള്? ഡി കെ, എനിക്ക് തോന്നുന്നത് ആദ്യം നിങ്ങൾക്കൊരു നല്ല കൗൺസിലിംഗ് വേണമെന്നാ. ഞാനൊരു ഭ്രാന്തനാണെന്നാണോ അപർണ പറയുന്നത്? സ്നേഹം മനുഷ്യനെ പലപ്പോഴും ഭ്രാന്തനാക്കും. സുപ്രിയയോടുള്ള സ്നേഹം നിങ്ങൾക്ക് ഭ്രാന്ത് തന്നെയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ജ്യോതി നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഉപേക്ഷിക്കാനും നിഷേധിക്കാനും എളുപ്പമാണ് ഡി കെ. ഒരർത്ഥത്തിൽ ജ്യോതിയും ഉപേക്ഷിക്കപ്പെട്ടവള് തന്നെയല്ലേ? അതുകൊണ്ടാവും അവർക്ക് പരസ്പരം മനസ്സിലായത്. ഒരു കാര്യം ഞാൻ പറയാൻ ഡി കെ, ജ്യോതിയെ പോലെ ഒരു പെണ്ണിനെ നിങ്ങൾക്കിനി ജന്മത്തിൽ കിട്ടില്ല. ഒരു ഭാര്യയുടെ അവകാശങ്ങളെല്ലാം നിങ്ങൾ അവൾക്ക് നിഷേധിച്ചിട്ടും അടിമയെ പോലെ അവഗണിച്ചിട്ടും അവൾ ആരോടെങ്കിലും പരാതി പറഞ്ഞോ? ഇല്ലല്ലോ. നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ പലതിന്റെ വില അറിയൂ. ഇനിയെങ്കിലും അവളെ കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അനിയന് വേണ്ടിയെങ്കിലും. വരട്ടെ. ശിവ ഒരു രോഗിയാണ്, സമ്മതിച്ചു. എന്നുവെച്ച് അവനെങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങൾ ആരും അവന്റെ കാര്യം നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഇനിയും ആ പാവത്തിനെ ഭ്രാന്താശുപത്രിയുടെ ഇരുട്ടിലേക്ക് തള്ളിവിടരുത്. ഹിറ്റ്ലറെ, ഇതുവരെ ഞാൻ ചെയ്ത ശരികളിൽ ഏറ്റവും വലിയ ശരിയായത്. നിങ്ങൾ ഇനി എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. അസുഖമെല്ലാം മാറ്റി അനിയനെ നല്ല കുട്ടപ്പനായിട്ട് കയ്യിലോട്ടങ്ങ് വെച്ച് തരും. വാ വാ ശിവ, ഇവിടെ നിൽക്കേ. ഓർമ്മയുണ്ടത്? എനിക്കിത് കിട്ടിയത് ഈ മുറിയിന്ന് തന്നെയാ. പൊടി പിടിച്ച് കിടക്കുന്നത് കണ്ട് ഞാനെടുത്ത് തൂത്തു തുടച്ച് വൃത്തിയാക്കി വെച്ചോന്നേ ഉള്ളൂ. പണ്ട് കോളേജ് ഡേക്ക് ഇത് വായിക്കുന്നൊരു ഫോട്ടോ ഞാൻ മാഗസീനിൽ കണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്.
മായേച്ചി ദേ ഇങ്ങനെ പോയാ ആ ജ്യോതിയ ഭ്രാന്തനെ നേരെയാക്കും. അവൾക്ക് എന്തോ മായശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ തലയ്ക്ക് വെളിവില്ലാത്തവൻ അവളുടെ പിന്നാലെ ഒരു കുഞ്ഞാടിനെ പോലെ പോകും. ആ ഭ്രാന്തം വയലിൻ വായിക്കുന്ന അവൾക്ക് എങ്ങനെ മനസ്സിലായി? മായച്ചി, ഇത് കളി വേറെയാ. അവൾ ഈ ജന്മത്തിൽ ഇവിടുന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മളെ 3 പേരെയും അവൾ ഈ വീട്ടിൽ നിന്ന് പറിച്ചറിയും. നോക്കിക്കോ. നിങ്ങൾ ദേവദാസികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൊട്ടാരം നർത്തകികളും ആരെയും മയക്കുന്ന സൽക്കാര പ്രിയരുമാണ് അവര്. ഋഷ്യശൃംഖനെ അംഗരാജ്യത്തു നിന്ന് കൊണ്ടുവന്നും മഴ പെയ്യിച്ചതും ഒരു ദേവദാസിയാണ്. അതേ നയവും മെയ്വഴക്കവുമാണ് നമ്മുടെ അമ്മായിയമ്മ ഇപ്പൊ ഇവിടെ പുറത്തെടുത്തത്. ഈ വീട്ടിൽ അവളുടെ അവസാന ദിവസങ്ങൾ എണ്ണിത്തുടങ്ങാറായി എന്ന് അവൾക്ക് മനസ്സിലായി. വീണ് കിട്ടിയ പിടിവള്ളിയായിട്ട് മേഴത്തൂർ സ്വാമികളുടെ വാക്ക് അവൾക്ക് കിട്ടി. അവൾ അവനെ തേടിപ്പോയി. ഒരിക്കലും തിരിച്ചിനി ഇവിടേക്ക് വരില്ലാന്ന് നമ്മൾ കരുതിയ ആ ഭ്രാന്തനെ അവള് കൊണ്ടുവന്നു. ഇപ്പൊ DKക്ക് അവളോടുള്ള ആറ്റിറ്റ്യൂഡിന് നല്ല മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അനുജന്റെ ഭ്രാന്ത് മാറ്റി നേരെയാക്കിയ പിന്നെ DK അവളെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല. അത് ഉറപ്പാ. നീ പറഞ്ഞത് ശരിയാ. ഈ വീടിനെയും ഇവിടെയുള്ളവരെയും അവള് നന്നായി പഠിച്ചു. ഓരോരുത്തരുടെയും വീക്ക്നെസ്സുകൾ പഠിച്ചു. അതിനനുസരിച്ച് അവള് പദ്ധതികൾ പ്ലാൻ ചെയ്തു. ഓരോന്നോരോന്നായിട്ട് അവള് നടപ്പാക്കും. ഇപ്പൊ കഴിഞ്ഞത് അതിന്റെ ഉദ്ഘാടനമാണെന്ന് വിചാരിച്ചാ മതി. ഇതെങ്ങനെ പോയ എന്ത് മായച്ചി? മായേച്ചി, ഒരു പുരുഷന്റെ മനസ്സിന് ഇളക്കം തട്ടാനും ഒരാളോട് പ്രേമം തോന്നാനും അതിന് സമയമൊന്നും വേണ്ട. ഉദ്ഘാടനം ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ അവസാനം എങ്ങനെയായിരിക്കും? അവളുടെ സാരി തുമ്പിൽ അവളെ DK കെട്ടിയിടും. സുപ്രിയെ മാറ്റി അവളെ ജ്യോതിയെ പ്രതിഷ്ഠിക്കാൻ ഇനി DK എങ്ങാനും തയ്യാറായ നോ, അതൊരിക്കലും സംഭവിക്കില്ല. അതെന്താ? അവൾക്കതിന് കഴിയില്ലെന്നാണോ മായച്ചു പറയുന്നത്? അവൾക്ക് അമ്മയുടെ സപ്പോർട്ട് കിട്ടും. അത് മാത്രല്ല, അനിയന് വേണ്ടിയാവുമ്പോ DK അമ്മ പറയുന്നത് അനുസരിക്കുകയും ചെയ്യും. ആരൊക്കെ അനുസരിച്ചാലും എത്ര പേര് സപ്പോർട്ട് ചെയ്താലും നമ്മൾ അവളെ ഒന്നിനും അനുവദിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ തോറ്റു പോവുള്ളൂ. ഇങ്ങനെയാണ് അവള് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ വേറെ വഴി നോക്കേണ്ടി വരും. നിനക്കൊക്കെ പേടിയാ. മുന്നിലൊരു ശത്രു വന്ന് നിന്നെന്ന് കരുതി ഭയപ്പെട്ട് പിന്മാറരുത്. ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയാത്തടത്ത് തന്ത്രം കൊണ്ട് ജയിക്കാൻ നോക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ കുതന്ത്രം.